വരയിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തെയ്യം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. ഉത്തര കേരളത്തിലാണ് തെയ്യത്തിന് പ്രാധാന്യം. മുച്ചിലോട്ട് ഭഗവതി, കതിവന്നൂർ വീരൻ തുടങ്ങി 500ഓളം തെയ്യങ്ങളുണ്ടെങ്കിലും 120ഓളം തെയ്യങ്ങളാണ് സാധാരണയായി കെട്ടിയാടാറുള്ളത്. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. മനോഹരമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും ഉപയോഗിച്ചുള്ള ചുവപ്പ് വർണ്ണത്തിന് പ്രാധാന്യമുള്ള ആടയാഭരണങ്ങളുമാണ് തെയ്യത്തിൻ്റെ അലങ്കാരങ്ങൾ. ചെണ്ട, ചേങ്ങില, ഇലത്താളം, കറുംകുഴൽ, തകിൽ എന്നീ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നു. ചമയങ്ങളൊക്കെ പൂർത്തിയാക്കി കാൽച്ചിലമ്പും അരമണിയും ചാർത്തി തെയ്യമിറങ്ങിയാൽ പിന്നെ അവന് ജാതിയില്ല. അവൻ ആരായിരുന്നാലും പിന്നീട് കാണുന്നത് ദൈവപദവിയിലാണ്. നാട്ടുരാജാക്കന്മാരും നാട്ടുപ്രമാണിമാരുമെല്ലാം അവൻ്റെ വാക്കുകൾക്കായി കുമ്പിട്ട് ഭക്തിയോടെ നിൽക്കുന്നു. പൈതങ്ങളെ എന്ന് സ്നേഹത്തോടെ വിളിച്ച് തെയ്യം തൻ്റെ ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു. തെയ്യം ആട്ടമാണ് തെയ്യാട്ടം. തെയ്യാട്ടത്തിന് വ്യത്യസ്ത താളങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം ചുവടുവയ്ക്കാൻ. ലക്ഷണശാസ്ത്രവും സാമാന്യ ബുദ്ധിയും കൊണ്ട് തെയ്യക്കാരൻ സങ്കടം പറയുന്നവൻ്റെ മനസ്സറിഞ്ഞ് ആശ്വാസവാക്കുകൾ പറയുന്നു. പല കാവുകളിൽ ഒരേ കോലധാരി തന്നെ മുത്തപ്പനായും വീരനായും ദേവിയായുമൊക്കെ പകർന്നാടാറുണ്ട്. കാളി, ഭഗവതി, ചാമുണ്ഡി, ശിവമൂർത്തികൾ തുടങ്ങിയ ആരാധനാമൂർത്തികൾ, പുരാണ ഇതിഹാസ കഥാപാത്രങ്ങൾ, മരിച്ചുപോയ കുടുംബക്കാരണവർ തുടങ്ങി പലവിധ സങ്കല്പങ്ങളിലൂന്നിയ തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട്. ഇവരുടെ മുഖത്തെഴുത്തിലും ആട്ടത്തിലും അലങ്കാരത്തിലുമെല്ലാം വ്യത്യസ്തതയുണ്ട്. അരിച്ചാന്ത്, മഞ്ഞൾ, കടുംചുവപ്പ് മഷി, ചായില്യം, മനയോല തുടങ്ങിയവ നിറങ്ങൾക്കായി പൊതുവെ ഉപയോഗിക്കുന്നു. ഹിന്ദുമതം സർവപ്രതാപത്തോടെയും വിരാജിച്ചിരുന്ന കാലത്തും അതിനു മുമ്പും ക്ഷേത്രപ്രവേശനം ലഭിക്കാതിരുന്ന ജാതി സമൂഹങ്ങളാണ് തെയ്യത്തെ നിർമ്മിച്ചതും നിലനിർത്തിയതും. പട്ടിണി മാറ്റാൻ കടലിൽ പോയ തീയൻ്റെയും ചങ്ങാതിയായ നഗരത്തിൽ തട്ടാൻ്റെയും വലയിൽ കുടുങ്ങിയാണ് പാലോട്ട് തെയ്യം തൻ്റെ തെയ്യപ്പൊരുൾ അറിയിക്കുന്നത്. ബ്രാഹ്മണ്യം മുന്നോട്ട് വയ്ക്കുന്ന മതചിന്തയെ നിരാകരിക്കുക എന്നത് തെയ്യങ്ങളുടെ പൊതുവായ നയമാണ്. നാടുവാഴിയുടെ ചതിയിൽ ജീവിതം ഹോമിച്ച പുലച്ചിയാണ് നീലിയാർ കോട്ടത്തമ്മ. കണ്ണൂർ ജില്ലയിലെ മങ്ങാട്ട് നിവാസിയായിരുന്ന മന്തപ്പൻ ചേകവരാണ് പിൽക്കാലത്ത് കതിവന്നൂർ വീരനായത്. കുടകർ മലയാളത്താന്മാരെ ആക്രമിക്കാൻ വരുന്നുവെന്ന് കേട്ട് ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്നും കഴിക്കാതെ തൻ്റെ ആയുധങ്ങളുമെടുത്ത് പടയ്ക്കിറങ്ങുന്നു. അപ്പോൾ തല വാതിലിൽ മുട്ടി ചോര വന്നു. അത് കണ്ട ഭാര്യ ചെമ്പരത്തി പടയ്ക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണമുറപ്പെന്ന് പറഞ്ഞു. എന്നാൽ പടയിൽ മന്തപ്പൻ വിജയിയായി. തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ തൻ്റെ പീഠമോതിരവും ചെറുവിരലും പോരിൽ നഷ്ടപ്പെട്ടുവെന്നു മനസ്സിലാക്കി. അത് വീണ്ടെടുക്കാൻ തിരികെ എത്തിയ മന്തപ്പൻ ചേകവരെ കുടകിലെ പോരാളികൾ ചതിച്ചു കൊന്നു. മന്തപ്പൻ്റെ ചിതയിൽ ചാടി ചെമ്മരത്തിയും ജീവനൊടുക്കി. മരിച്ച മന്തപ്പൻ പിന്നീട് കതിവന്നൂർ വീരൻ എന്ന തെയ്യമായി. ഒരു യോദ്ധാവിൻ്റെ മെയ്വഴക്കത്തോടെയാണ് കതിവന്നൂർ വീരൻ കെട്ടിയാടുന്നത്. രാത്രിയോ പുലർച്ചെയോ ആണ് ഈ തെയ്യം അരങ്ങേറുന്നത്. കതിവന്നൂർ വീരന് വേണ്ടി തയ്യാറാക്കുന്ന തെയ്യക്കളം ചെമ്പരത്തിത്തറ എന്ന് അറിയപ്പെടുന്നു. 64 കളങ്ങൾ കുടകരുടെ ചതിയിൽ കതിവന്നൂർ വീരൻ 64 കഷ്ണങ്ങളായതിൻ്റെ സ്മരണയാണ്. തുലാമാസം വടക്കൻ കേരളത്തിൽ തെയ്യങ്ങളുടെ മാസമാണ്. ഒരുങ്ങിച്ചമഞ്ഞ് മണിയും കിലുക്കി തെയ്യങ്ങൾ കാവുകളിലേക്കിറങ്ങുകയായി. നെൽകൃഷിക്ക് തെയ്യാട്ടവുമായി വലിയ ബന്ധമുണ്ട്. തെയ്യാട്ടത്തോട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ അരി ഒഴിച്ചുകൂടാനാവാത്തതാണ്. കുറത്തിത്തെയ്യം കാവിലേക്ക് പ്രവേശിക്കുന്നത് കയ്യിൽ അരിവാളും മുറവുമായാണ്. പുളിവിറക് കത്തിച്ച് കനലുണ്ടാക്കി അതിലാണ് തീച്ചാമുണ്ടിയും കണ്ടനാർ കേളനുമൊക്കെ തെയ്യാട്ടമാടുന്നത്. തെച്ചിപ്പൂവ് കൊണ്ടുള്ള മുടി ചൂടിയെത്തുന്ന മുച്ചിലോട്ട് ഭഗവതി മനോഹരമായ കാഴ്ചയാണ്. അടയാളം കൊടുക്കലാണ് തെയ്യത്തിന് മുമ്പുള്ള ആദ്യ ചടങ്ങ്. മുൻകൂട്ടി തീരുമാനിച്ച തീയതിക്ക് തെയ്യം കെട്ടാൻ കോൽക്കാരനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണിത്. തെയ്യത്തിന് മുമ്പ് ലളിതമായ വേഷം ധരിച്ച്
ചെണ്ടമേളത്തോടെ തോറ്റവും വെള്ളാട്ടവും നടത്തും. തോറ്റമെന്നാൽ തെയ്യത്തിൻ്റെ കഥ പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പ്രതിഷേധിക്കുന്ന മനുഷ്യരെല്ലാം സമന്മാരാണ് എന്ന ആശയം പ്രചരിപ്പിച്ച അലങ്കാരൻ എന്നു പേരുള്ള ദിവ്യൻ്റെ കഥയാണ് പൊട്ടൻ തെയ്യത്തിൻ്റെ ഇതിവൃത്തം. ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ച് കുഴക്കുന്ന ഒരാളെ പൊട്ടനെന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കലർത്തി പൊട്ടൻകളി പോലെ പറഞ്ഞു വയ്ക്കുന്നതുകൊണ്ടും ആയിരിക്കാം പൊട്ടൻ തെയ്യം എന്ന പേര് വന്നത്. കണ്ണൂർ ജില്ലയിലെ അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വെച്ച് അവിടെ കൂടിയവരോട് ശങ്കരാചാര്യർ അദ്വൈത തത്വങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തി. അകലെ കുന്നൻചെരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ടു. പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് അലങ്കാരൻ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അലങ്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതായ ശങ്കരാചാര്യർ അദ്ദേഹത്തെ ഗുരുവായി അംഗീകരിച്ചു വണങ്ങി എന്നാണ് ഐതിഹ്യം. മന്തപ്പൻ ചേകവരുടെ കഥയുമായി ബന്ധമുള്ള മറ്റൊരു തെയ്യമാണ് കുരുക്കൾ തെയ്യം. നാട്ടുരാജാവ് ഒരിക്കൽ ബാധയകറ്റാൻ മന്ത്രവാദിയും വൈദികനുമായ കുഞ്ഞിരാമൻ ഗുരുക്കളെ വിളിച്ചു വരുത്തി. ബാധയകറ്റിയ ഗുരുക്കൾക്ക് കൈനിറയെ സ്വർണ്ണ സമ്മാനങ്ങളും നല്ലൊരു സ്ഥാനനാമവും നൽകി. ഇതിൽ അസൂയമൂത്ത അനുയായികൾ ഗുരുക്കളെ ചതിയിൽപ്പെടുത്തി കൊല ചെയ്തു. മരണവെപ്രാളത്തിലുള്ള ഗുരുക്കളുടെ നിലവിളി കതിവന്നൂർ വീരൻ കേൾക്കാനിടയായി എന്നും ഒരു തെയ്യമാക്കി തൻ്റെ കൂടെ കൂട്ടി എന്നുമാണ് ഐതിഹ്യം. തെയ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കടും ചുവപ്പ് നിറമാണ്. എന്നാൽ മുസ്ലിം പള്ളിയിലെ മുക്രിയുടെ അതേ വേഷത്തിലുള്ള തെയ്യമാണ് മുക്രിപ്പോക്കർ തെയ്യം. നീലേശ്വരത്തിനടുത്തുള്ള മാലോംകൂലോത്തെ ജന്മി കുടുംബത്തിലേക്ക് കാര്യസ്ഥനായി പള്ളിമുക്രിയായ പോക്കർ എത്തുന്നു. സുന്ദരനായ പോക്കറും ജന്മിയുടെ മകളുമായി പ്രണയത്തിലാകുന്നു. സകല എതിർപ്പും അവഗണിച്ച് അവർ വിവാഹിതരായി. ഇത് അപമാനമായി കരുതിയ ജന്മി പോക്കറെ കൊല്ലാൻ തീരുമാനിച്ചു. പുഴക്കരയിൽ വെച്ച് വലിയ കല്ലെടുത്ത് മുക്രിയുടെ തലയിൽ ഇടിച്ചു കൊല്ലുന്നു. ഇത് കണ്ട മകൾ പുഴയിലേക്ക് എടുത്തു ചാടി മരിച്ചു. പിന്നീട് ജന്മി കുടുംബത്തിലുണ്ടായ അസ്വസ്ഥതകൾക്ക് പ്രതിവിധിയായി ജ്യോത്സ്യർ പറഞ്ഞതനുസരിച്ച് മുക്രിപ്പോക്കർ എന്ന മാപ്പിളത്തെയ്യവും ഭാര്യയുടെ ഓർമ്മയ്ക്കായി മണ്ഡലത്ത് ചാമുണ്ടി തെയ്യവും മാലോംകൂലോത്തു കെട്ടിയാടാൻ തുടങ്ങി. കാട്ടുമൂർത്തിയായി ആരാധിക്കപ്പെടുന്ന തെയ്യമാണ് കരിഞ്ചാമുണ്ടി. നടുകുനിച്ചാടുന്ന ഈ തെയ്യം ഒരു ഭീകര ദേവതയാണ്. പായ്യത്തു മലയിൽ താമസിച്ചിരുന്ന ആലിയുടെ ഭാര്യയ്ക്ക് പേറ്റുനോവ് തുടങ്ങി. വയറ്റാട്ടിയെ അന്വേഷിച്ചു പോയ ആലിയുടെ മുമ്പിൽ മലയടിവാരത്തിൽ വെച്ച് ഒരു സുന്ദരിയായ യുവതി എത്തുന്നു. താൻ വയറ്റാട്ടിയാണെന്ന് പറഞ്ഞ് അവൾ ആലിയോടൊപ്പം ചെല്ലുന്നു. അവൾ വീടിനകത്തേക്ക് കയറി. പുറത്തുനിന്ന ആലിക്ക് ഭാര്യയുടെ നിലവിളി കേട്ട് ഭയം തോന്നി. അല്പം കഴിഞ്ഞ് നിലവിളി ശമിച്ചു. പിന്നെ വാതിൽപ്പടിയിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ട ആലി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു. വയർ പിളർന്ന് കുഞ്ഞിനെ തിന്ന ശേഷം ഭാര്യയുടെ ചോര കുടിക്കുന്ന ഭീകരരൂപമാണ് ആലി മുമ്പിൽ കണ്ടത്. സർവശക്തിയുമെടുത്തയാൽ അവളെ ചവിട്ടി വീഴ്ത്തി. അലറി വിളിച്ച് പുറത്തേക്കോടിയ അവളെ അയാൾ പിന്തുടർന്നു. കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുലക്ക കൊണ്ട് ആലി അവളെ മർദ്ദിച്ചു. ഭീകരമായി അലറി അവൾ ആലിയെയുമെടുത്ത് പാലമുകളിലേക്ക് പറന്നു. കൊന്ന് ചുടുചോര കുടിച്ച ശേഷം ശരീരം താഴേക്കെറിഞ്ഞു. പിന്നീട് നാട്ടിൽ പല ദുരന്തങ്ങളും നടന്നു. നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നം നടത്തി. പരിഹാരമായി കാവും സ്ഥാനവും നൽകി. പിന്നീട് ആ ദുർദേവതയെ കരിഞ്ചാമുണ്ടിയായി കെട്ടിയാടാനും തുടങ്ങി. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി രചിച്ച തെയ്യം തിറ തോറ്റങ്ങൽ എന്ന കൃതി തെയ്യങ്ങളെക്കുറിച്ചുള്ള പഠനഗ്രന്ഥമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു. ഇനി അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം.